ദി ഫോളോയിങ് ഇൻ്റഗ്രൽസ്. താഴെ തന്നിരിക്കുന്ന ഓരോന്നിൻ്റെയും ഇൻ്റഗ്രൽസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യനാണിത്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് കാണാം ഡിനോമിനേറ്ററിൽ x² എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഡിനോമിനേറ്റർ ആദ്യമേ സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഇൻ്റഗ്രൽ x³ x² മൈനസ് 1/x² ഇൻറ്റു dx. അതായത് x² എന്ന് പറയുന്നത് x³ കൊടുത്തു 1 കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രൽസ് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ x³ x² ഇൻറ്റു dx മൈനസ് ഇൻ്റഗ്രൽ 1/x² ഇൻറ്റു dx. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ ഈ x²ഉം ഇവിടുന്ന് ഒരു എക്സും കൂടി പോയിട്ട് ബാക്കി നമുക്ക് എന്ത് വന്നു? x ഇൻറ്റു dx മൈനസ് ഇൻ്റഗ്രൽ. നമ്മൾ ഇക്വേഷൻ പഠിക്കുമ്പോൾ 1/x² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഇതിനെ ഒന്ന് മുകളിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ x² ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി? x⁻² എന്നുള്ളത് എന്തായി? -2 ഇൻറ്റു dx എന്ന് കിട്ടി. വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് ഈ ഫസ്റ്റ് കാണുന്ന ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എടുക്കാം. ഇവിടെ എക്സിൻ്റെ മുകളിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ 1 ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ഏത് ഫോമില? ഇക്വേഷൻ പഠിക്കുമ്പോൾ കാണാൻ പറ്റും x⁻n ഇൻറ്റു dx എന്നുള്ള ഫോമിലാണ്. ഇൻ്റഗ്രൽ x⁻n ഇൻറ്റു dxൻ്റെ ഇക്വേഷൻ എന്താ? x⁻n+1 ഡിവൈഡഡ് ബൈ n+1 പ്ലസ് c എന്നാണ്. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്നിൻ്റെ പ്ലേസിൽ എന്താ വന്നേക്കുന്നത്? 1 ആണ്. അപ്പം ഇവിടെ എന്നിൻ്റെ പ്ലേസിൽ 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? x⁻1+1/1+1 therefore x²/2 എന്ന് വന്നു. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ എന്ത് കിട്ടി? x²/2. പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇനി നോക്കിക്കേ, ഇവിടെ അടുത്ത ഫംഗ്ഷൻ ഇവിടെ എടുക്കുമ്പോൾ എന്ന് പറയുന്നത് ഇവിടെ -2 ആണ്. അപ്പോൾ എക്സിൻ്റെ മുകളിൽ എന്നിൻ്റെ പ്ലേസിലൊക്കെ എന്തെടുക്കുക? -2 + 1 ഡിവൈഡഡ് ബൈ -2 + 1 വിച്ച് ഈസ് ഈക്വൽ ടു x⁻, വലുതിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ, കാരണം ഇവിടെ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്. അപ്പോൾ എന്ത് വന്നു? -1/-1. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ നെഗറ്റീവില്ല, അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താഴത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വന്നു? 1/x⁻1. ആ 1 ഇട്ടാലും ഇട്ടില്ലെങ്കിലും അവിടെ പ്രശ്നമില്ല. പിന്നെ താഴെ ഒരു നെഗറ്റീവ് ഇല്ല, അത് ഞാൻ ഫ്രണ്ടിലോട്ട് ഇട്ടു. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? -1/x. ഇനി ഇൻ്റഗ്രേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഒരു +c കോൺസ്റ്റൻ്റ് ഇടണം. വിച്ച് ഈസ് ഈക്വൽ ടു x² ഡിവൈഡഡ് ബൈ 2 മൈനസും കൂടി കൂടിച്ചത് എന്തായി? +1/x+c. ഇതാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്.